ആദ്യ ഷോ കഴിയുമ്പോൾ എങ്ങു നിന്നും മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കി ഡയറക്ടറിന്റെ ഏറ്റവും പുതിയ മലയാള ചിത്രം ദൃശ്യം 3. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്ക് സർവീന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സദാപന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് ഷോ റിവ്യൂ ആണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഡയറക്ടറിന്റെ എക്കാലത്തെ ഹിറ്റ് സിനിമയാണല്ലോ ദൃശ്യം എന്ന് പറയുന്ന സിനിമ. അതിന്റെ കണ്ടിന്യൂഷനായിട്ട് എത്തുന്ന ചിത്രമായതുകൊണ്ട് തന്നെ മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെയാണ് ദൃശ്യം 3ക്കായിട്ട് കാത്തിരിക്കുന്നത്. ഇന്ന് ഡയറക്ടറിന്റെ ബർത്ത്ഡേ ദിവസം കൂടി ഈ ഒരു സിനിമ എത്തുന്നതോടുകൂടി തന്നെ സിനിമാ പ്രേമികൾ ഈ ഒരു സിനിമയ്ക്കായിട്ടുള്ള വലിയൊരു കാത്തിരിപ്പിലായിരുന്നു. ചിത്രത്തിന്റെ പ്രീ സെയിലൊക്കെ നമ്മൾ കണ്ടാണ് വലിയൊരു ബുക്കിംഗ് തരംഗം ചിത്രം സൃഷ്ടിച്ചു. ഏകദേശം 33 കോടി രൂപയോളം ചിത്രം ഇന്നലെ വരെ പ്രീസെയിലൂടെ മാത്രം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. എമ്പുരാന് ശേഷം ഒരു മലയാള സിനിമ സ്വന്തമാക്കുന്ന എക്കാലത്തെ വലിയൊരു പ്രീസെയിൽ കളക്ഷൻ കൂടിയാണിത്. ഇപ്പോൾ ചിത്രത്തിന് ഹെവി പോസിറ്റീവ് റെസ്പോൺസ് കൂടിയാണ് വരുന്നത്. ചിത്രം ഒരു സൈലന്റ് ചിത്രം എന്നൊക്കെ ജിത്തു ജോസഫ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അടാറ് ട്വിസ്റ്റുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മികച്ച ഒരു ചിത്രമാണ് ദൃശ്യം 3 എന്നാണ് ഇപ്പോഴത്തെ ചിത്രത്തിലെ ഫാൻ ഷോ കഴിഞ്ഞ ശേഷമുള്ള പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ജോർജ് കുട്ടിയുടെ മൂന്നാം വരവ് വീണ്ടും പ്രേക്ഷകരെ ത്രില്ലടിപ്പിച്ചിരുത്താൻ സാധിച്ചു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആദ്യ ഭാഗത്തിനുണ്ടായിരുന്നവരെല്ലാം തന്നെ മൂന്നാം ഭാഗത്തിന് കേന്ദ്ര കഥാപാത്രങ്ങൾ എത്തുമ്പോൾ പുതിയ കുറച്ച് ആൾക്കാരും എത്തുന്നുണ്ട്. എന്തൊക്കെയാണ് മീഡിയ ജേർണലിസ്റ്റും ഒക്കെ കഥ പറഞ്ഞു പോകുന്ന ചിത്രം എന്തൊക്കെയാണ് ദൃശ്യം 4ലോട്ടും കൂടിയാണ് നിർത്തുന്നത്. ചിത്രം എക്കാലത്തും വലിയ വിജയങ്ങൾ വന്നിട്ട് മലയാള സിനിമയിലോട്ട് മാറുമെന്ന് ഉറപ്പിക്കാം. ആദ്യ ദിനം 50 കോടി നേടാൻ സാധ്യതയുള്ള ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം ഒരുപക്ഷെ ഫൈനലായിട്ട് 300 കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കിയേക്കാം. കാത്തിരിക്കാൻ ചിത്രത്തിന്റെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകളും അതോടൊപ്പം തന്നെ കൂടുതൽ റിവ്യൂ അപ്ഡേറ്റുകളൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.